149ാമത് മന്നം ജയന്തി ഇന്ന് ചങ്ങനാശ്ശേരിയിൽ NSS ആസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടക്കുന്നു. മന്നം ജയന്തി സമ്മേളനം 11-ന് ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്യും. പുഷ്പാർച്ചന നടത്തി ജി സുകുമാരൻ നായർ. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, വിപുലമായ പരിപാടികളാണല്ലോ നടക്കുന്നത്. എന്തൊക്കെയാണ് ചടങ്ങുകൾ, പരിപാടികൾ? പുഷ്പാർച്ചനയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതലായിരുന്നു ജയന്തി മന്നം ജയന്തിക്കായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചത്. ഇന്നലെ രാവിലെ 7 മണിക്കും സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നാണ് ജയന്തി സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രധാന പരിപാടികളെല്ലാം തന്നെ ഇന്നാണ് നടക്കുക. അതിന് മുന്നോടിയായിട്ട് രാവിലെ 7 മണി മുതൽ സമാധിയിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടന്നുകൊണ്ടിരിക്കുകയാണ്. NSS അധ്യക്ഷനായിട്ടുള്ള ജി സുകുമാരൻ നായരുടെ നേതൃത്വത്തിലാണ് പുഷ്പാർച്ചന നടക്കുന്നത്. അത് കൃത്യം 7 മണിക്ക് തന്നെ എത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് കടന്നു വരുന്ന NSSലെ ആളുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ പുഷ്പം അർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം രാവിലെ 11 മണിക്ക് മന്നം ജയന്തി സമ്മേളനമുണ്ടാവും. MG സർവകലാശാല മുൻ വൈസ് ചാൻസലറും ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ മുൻ അംഗവുമായ ഡോക്ടർ സിറിയക് തോമസ് ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനോട് അനുബന്ധിച്ച് ഇപ്പോൾ തന്നെ മന്നം ജയന്തിയോടനുബന്ധിച്ച് പെരുന്നയും പരിസരവും കനത്ത സുരക്ഷാ വലയത്തിലും അതുപോലെ തന്നെ വിശ്വാസികൾക്കും സന്ദർശകർക്കുമായി വിപുലമായ സൗകര്യങ്ങളുമാണ് ഈ NSSന്റെ ആസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഈ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഭജനയുണ്ടാവും. അതിനുശേഷമാണ് പിന്നീട് പൊതുസമ്മേളനത്തിലേക്ക് കടക്കുക. ഇന്നലെ രാവിലെ 7 മണിക്ക് സമാധി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയോട് കൂടിയിട്ടാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കെല്ലാം ആരംഭമായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ പുഷ്പാർച്ചനയും. ശരി, വിപുലമായ ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന അടക്കമുള്ളവയോടെ തുടങ്ങിയിട്ടുണ്ട്. ഇനി പൊതുസമ്മേളനം നടക്കും.